ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടി ഇംഗ്ലീഷിൻ്റെ 4ാം ഭാഗത്തിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി കുട്ടി ഇംഗ്ലീഷ് കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്നും ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. 2-3 വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സെൻറ്റൻസസ് അല്ലെങ്കിൽ ഫ്രേസസിനെയൊക്കെയാണ് നമ്മൾ കുട്ടി ഇംഗ്ലീഷിൽ കൊണ്ടുവരാറ്. എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് 2-3 വാക്കുകളൊക്കെ ചേർത്ത് വെച്ച് ചെറിയ സെൻറ്റൻസസ് ഉണ്ടാക്കി അതിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയ ലാംഗ്വേജ് സംസാരിക്കാൻ തന്നെ നമുക്കൊരു വല്ലാത്ത കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടി ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. 3 എപ്പിസോഡ്സ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരും അതൊക്കെ കാണണം. ഒപ്പം ഈ വീഡിയോയിൽ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് എഴുതിയെടുത്ത് പ്രാക്ടീസ് ചെയ്യാനും ശ്രമിക്കണം. അപ്പോൾ നമുക്കിനി 1ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. ഓക്കെ, 1ാമത്തെ സെൻറ്റൻസ് എന്താണെന്ന് അറിയോ? ചില സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ആ സംഗതി അങ്ങോട്ട് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ പറയും ഒന്ന് ബുദ്ധി ഉപയോഗിക്കടാ എന്ന് പറയും, അല്ലേ? ഒന്ന് ബുദ്ധി ഉപയോഗിക്കടാ. നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ മനസ്സിലാകാണ്ട് വരുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് അത് പിടുത്തം കിട്ടാണ്ട് വരുമ്പോൾ നമ്മൾ പറയുന്നതാണ് ബുദ്ധി ഉപയോഗിക്കടാ എന്ന് പറയും, ഇല്ലേ? അങ്ങനെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വളരെ സിമ്പിളായിട്ട് വെറും 3 വാക്കിൽ നമുക്കത് പറയാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? യൂസ് യുവർ ബ്രെയിൻ. ഓക്കെ, എങ്ങനെയാണ് പറയുക? യൂസ് യുവർ ബ്രെയിൻ. ഓക്കെ, നിൻ്റെ ബുദ്ധി, നിൻ്റെ ബ്രെയിൻ ഉപയോഗിക്കടാ. ഓക്കെ, യൂസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക എന്നാണ്. ഓക്കെ, അപ്പോൾ യൂസ് യുവർ ബ്രെയിൻ. ഓക്കെ, നിൻ്റെ ബുദ്ധി ഉപയോഗിക്കടാ എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ നമ്മൾ ബുദ്ധി ഉപയോഗിക്കടാ എന്ന് പറയുമ്പോൾ അവൻ കുറേ ഒഴിവുകളായിട്ട് വരും. അത് ഇതുകൊണ്ടാണ് എനിക്ക് ചിന്തിച്ചിട്ട് കിട്ടാതിരുന്നത്, അതുകൊണ്ടാണ് ചിന്തിച്ചിട്ട് കിട്ടാതിരുന്നത്, അല്ലേ? കഴിവുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയും കഴിവുകൾ പറയണ്ട, എക്സ്ക്യൂസസ് പറയണ്ട എന്ന് പറയും, അല്ലേ? ഇത് ചിലപ്പോൾ നമ്മുടെ ഓഫീസിലായിരിക്കാം, വീട്ടിലായിരിക്കാം, നമ്മുടെ ബന്ധുക്കളുടെ അടുത്തൊക്കെ നമ്മൾ ചിലപ്പോൾ സമയത്ത് പറയുന്ന ഒരു കാര്യമാണ് എക്സ്ക്യൂസസ് പറയണ്ട, കഴിവുകൾ പറയണ്ട എന്ന് പറയും, അല്ലേ? കഴിവുകൾ പറയണ്ട എന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? വളരെ സിമ്പിളാണ്. ഡോണ്ട് മേക്ക് എക്സ്ക്യൂസസ്. എങ്ങനെ പറയാം? ഡോണ്ട് മേക്ക് എക്സ്ക്യൂസസ്. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്നുകൂടെ പറഞ്ഞു, ഡോണ്ട് മേക്ക് എക്സ്ക്യൂസസ്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി പറയാം, അല്ലേ? ഡോണ്ട് മേക്ക് എക്സ്ക്യൂസസ്. നമ്മളങ്ങനെ ഒരു പാർട്ടിയിലായിരുന്നു ഈ സംഭവങ്ങൾ മുഴുവൻ എന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞ് പാർട്ടിയൊക്കെ കൂട്ടുകാരുടെ കൂടെ അടിച്ച് പൊളിച്ച് കഴിഞ്ഞിട്ടപ്പോൾ നമുക്ക് വണ്ടിയില്ല. അപ്പോൾ നമ്മൾ കൂട്ടുകാരനോട് പറയണം, എന്നെ ഒന്ന് വീട്ടിലാക്ക്. ഇല്ലേ, ഈ സെയിം ഡയലോഗ് നമ്മൾ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയണതാണ്. എന്നെ ഒന്ന് വീട്ടിലാക്കിക്കാൻ, എന്നെ ഒന്ന് വീട്ടിൽ വരെ ഒന്ന് കൊണ്ടുവിടാവോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. എങ്ങനെ ഇംഗ്ലീഷ് പറയാം? വെറും 3 വേർഡ് തന്നെ ഇതിനും മതി. എങ്ങനെയാണെന്നറിയോ? ഡ്രോപ്പ് മീ ഹോം. ഓക്കെ, ഡ്രോപ്പ് മീ ഹോം. ഓക്കെ, എന്നെ ഒന്ന് വീട് വരെ വിടൂ എന്ന് പറയാം. എങ്ങനെ? ഡ്രോപ്പ് മീ ഹോം. ഓക്കെ, പിന്നെ സുഹൃത്തുക്കളുടെ അടുത്ത്, ബന്ധുക്കളുടെ അടുത്തൊക്കെ നിങ്ങൾക്ക് വണ്ടിയില്ലെങ്കിൽ, അവർക്ക് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാം, പ്ലീസ് ഡ്രോപ്പ് മീ ഹോം. ഓക്കെ, എന്നെ ഒന്ന് വീട് വരെ എത്തിക്കൂ. ഓക്കെ, റൈറ്റ്? അപ്പോൾ ഡ്രോപ്പ് മീ ഹോം. അങ്ങനെ നമ്മുടെ സുഹൃത്ത് നമ്മളെ വണ്ടിയിൽ അങ്ങ് കൊണ്ടുപോവാണ് നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ കൂട്ടുകാരൻ്റെ അടുത്ത് ഇങ്ങനെ പറയണം, എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ എന്ന് പറയുകയാണ്, ഇല്ലേ? നമ്മൾ സുഹൃത്തിൻ്റെ കൂടെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് പലപ്പോഴും ഉറക്കം വരും. വണ്ടി ഓടിക്കുന്നവൻ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ളവനാണെങ്കിൽ നമുക്ക് ആ കോൺഫിഡൻസ് ഫീൽ ചെയ്യും, നമുക്ക് സുഖമായിട്ട് ഉറങ്ങാനായിട്ടൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ അവനോട് പറയുകയാണ്, എനിക്ക് ഉറക്കം വരുന്നു, ഉറങ്ങാൻ തോന്നുന്നു എന്നൊക്കെ പറയും. എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഐ എം ഫീലിംഗ് സ്ലീപ്പി. എങ്ങനെ പറയാം? ഐ ആം ഫീലിംഗ് സ്ലീപ്പി. ഓക്കെ, ഒന്നുകൂടെ എൻ്റെ ഒപ്പം പറഞ്ഞു, ഐ ആം ഫീലിംഗ് സ്ലീപ്പി. അങ്ങനെ അവൻ നമ്മുടെ വീട്ടിലെത്തിച്ച് കഴിയുമ്പോൾ നമുക്കൊരു സ്വഭാവമുണ്ട്. നമ്മൾ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് അവരുടെ അടുത്ത് വർത്തമാനം പറഞ്ഞു നിൽക്കും, അല്ലേ? അപ്പോൾ സുഹൃത്ത് ഇങ്ങനെ വാദവരാതെ പറയാണ്, നീ ഒന്ന് പോയേ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് ഉറക്കം വരണുണ്ടെന്ന്, ഞാൻ ഒന്ന് പോയി കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കട്ടെ എന്ന് പറയും. ഞാനൊന്ന് പോയി കുളിക്കട്ടെ. ഓക്കെ, എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നമ്മൾ മുൻപും പല വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പറയാം? ലെറ്റ് മീ ടേക്ക് ബാത്ത്. ഓക്കെ, എങ്ങനെ പറയാം? ലെറ്റ് മീ ടേക്ക് ബാത്ത്. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്നുകൂടി പറഞ്ഞു, ലെറ്റ് മീ ടേക്ക് ബാത്ത്. ഞാനൊന്ന് കുളിക്കട്ടെ, ലെറ്റ് മീ ടേക്ക് ബാത്ത്. എന്നിട്ട് നമ്മൾ അവനോട് പറയും, അപ്പോൾ നാളെ കാണാം കേട്ടോ. ഓക്കെ, ഞാൻ ഒന്ന് പോയി കുളിക്കട്ടെ, അപ്പോൾ നമുക്ക് നാളെ കാണാം എന്ന് പറയും, അല്ലേ? നാളെ കാണാം എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വളരെ സിമ്പിളാണ്. അതിനും വെറും 3 വാക്ക് മതി. സീ യു ടുമാറോ. എങ്ങനെ പറയാം? സീ യു ടുമാറോ. ഓക്കെ, ടുമാറോ എന്ന് പറഞ്ഞാൽ എന്താ? നാളെ. ഓക്കെ, സീ യു ടുമാറോ. നാളെ കാണാം. സീ യു ടുമാറോ. നമ്മളങ്ങനെ ബൈയൊക്കെ പറഞ്ഞ് സുഹൃത്തിൻ്റെ അടുത്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. കാരണം നമ്മൾ പാർട്ടിയൊക്കെ കഴിഞ്ഞ് നേരം വൈകിയാണ് വീട്ടിൽ ചെല്ലുന്നത്. അപ്പോൾ അമ്മ എടുത്ത വഴിക്ക് സ്വതവേ നമ്മളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യം എന്തായിരിക്കും? ഇതുവരെ എവിടെയായിരുന്നടാ എന്ന് ചോദിക്കല്ലേ? ഇതുവരെ എവിടെയായിരുന്നടാ? നല്ല കല്ലിപ്പിച്ചൊരു ചോദ്യമുണ്ട്. അമ്മമാർക്ക് ഇംഗ്ലീഷിൽ ഇനി ചോദിച്ചോ, എങ്ങനെ ചോദിക്കാമെന്നറിയോ? where were you? Okay, where were you? Okay, നീ എവിടെയായിരുന്നു? Okay, where were you? Okay, where were you? Okay, അമ്മമാർക്ക് അങ്ങനെ ചോദിക്കാം. ഇനി അമ്മമാർ മലയാളത്തിൽ ചോദിക്കണമെങ്കിൽ ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് പറഞ്ഞു, അമ്മ ഇനി ഇംഗ്ലീഷിൽ ചോദിച്ചോ, ഇങ്ങനെ ചോദിച്ചോ. എങ്ങനെ?
Where were you? അങ്ങനെ അമ്മയുടെ കൂടെ അച്ഛനും കൂടി എന്ന് വിചാരിച്ചോ. അച്ഛനും നമ്മൾ നല്ല ചീത്തയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വതവ അച്ഛന്മാർ നമ്മൾ പറയും, ഇത് നിൻ്റെ നല്ലതിന് പറഞ്ഞതാ, ഇതിനി മനസ്സിലെടുക്കണ്ട എന്ന് പറയും. മനസ്സിലെടുക്കണ്ട അല്ലെങ്കിൽ ഹൃദയത്തിലെടുക്കണ്ട എന്ന് പറയും അല്ലേ. ഇങ്ങനെ ഇംഗ്ലീഷ് പറയാം, ഡോണ്ട് ടേക്ക് ഇറ്റ് യുവർ ഹാർട്ട്. ഓക്കെ, ഡോണ്ട് ടേക്ക് ഇറ്റ് യുവർ ഹാർട്ട്. ഓക്കെ, അത് മനസ്സിലേക്ക് എടുക്കണ്ട, ഹൃദയത്തിലേക്ക് എടുക്കണ്ട. ഇവൻ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത്, നമ്മുടെ മക്കളുടെ അടുത്ത്, നമ്മുടെ കൂട്ടുകാരുടെ അടുത്തൊക്കെ എന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് കാര്യം ദേഷ്യപ്പെട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇത് മനസ്സിലെടുക്കണ്ട, ഹൃദയത്തിലെടുക്കണ്ട എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. എങ്ങനെ? ഡോണ്ട് ടേക്ക് ഇറ്റ് യുവർ ഹാർട്ട്. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്നുകൂടെ പറഞ്ഞു കേട്ടോ, ഡോണ്ട് ടേക്ക് ഇറ്റ് യുവർ ഹാർട്ട്. അങ്ങനെ അച്ഛൻ്റെ ആശ്വാസമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും കൂട്ടുകാരന്മാർ വീണ്ടും ഫോൺ ചെയ്യണേ. അപ്പോൾ നമ്മൾ ഫോണൊക്കെ ഇങ്ങനെ പതിയെ എടുത്തിട്ട് പറയും, ഡാ ഞാൻ കുറച്ച് പ്രശ്നത്തിലാട്ടാ എന്ന് പറയും അല്ലേ. ഞാൻ കുറച്ച് പ്രശ്നത്തിലാണ്. പല സിറ്റുവേഷനിൽ പറയും, നമ്മളിപ്പോൾ ഒരു അപകടത്തിലാണെങ്കിൽ നമ്മൾ ഒരു മെസ്സേജ് അയക്കും, ഞാനിപ്പോൾ പ്രശ്നത്തിലാണ്, ഞാനിപ്പോൾ ബുദ്ധിമുട്ടിലാണ് എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? ഐ ആം ഇൻ ട്രബിൾ. ഓക്കെ, എങ്ങനെ പറയാം? ഐ ആം ഇൻ ട്രബിൾ. ഓക്കെ, ഐ ആം ഇൻ ട്രബിൾ. ഓക്കെ, എൻ്റെ ഒപ്പം പറഞ്ഞു, ഐ ആം ഇൻ ട്രബിൾ. ഓക്കെ, അത് പ്രശ്നത്തിലാണെങ്കിലും ഒരു തമാശയ്ക്കാണെങ്കിലും, എടാ ഞാൻ പെട്ട് നിൽക്കാട്ടോ, ഐ ആം ഇൻ ട്രബിൾ എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ പറയണം ബുദ്ധിമുട്ടിലാട്ടോ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പ്രശ്നത്തിലാട്ടോ എന്നൊക്കെ ഉള്ളിടത്ത് നമുക്ക് എങ്ങനെ പറയാം? ഐ ആം ഇൻ ട്രബിൾ എന്ന് പറയും. എന്നിട്ട് നമ്മൾ പറയും, എടാ നിങ്ങൾ അടിച്ചു പൊളിച്ചോട്ടോ. ഓക്കെ, എൻ്റെ പ്രശ്നമൊന്നും നോക്കണ്ട, നിങ്ങൾ അടിച്ചു പൊളിച്ചു, നിങ്ങൾ തകർക്ക് എന്നൊക്കെ പറയും അല്ലേ. ഓക്കെ, ഈ സിറ്റുവേഷൻ പല രീതിയിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു കോൺടെസ്റ്റ് എടുത്ത് സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. എങ്ങനെയാണ്? അടിച്ചു പൊളിക്ക്, തകർക്ക് എന്നൊക്കെ എങ്ങനെയാണ് പറയാം? ഹാവ് ഫൺ. ഓക്കെ, ഹാവ് ഫൺ. ഓക്കെ, എങ്ങനെ പറയാം? വെറും രണ്ടു വാക്കുകൊണ്ട് പറയാം. എങ്ങനെ? ഹാവ് ഫൺ. ഓക്കെ, ഹാവ് ഫൺ. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ അച്ഛനും അമ്മയും നമ്മളൊക്കെ പാടുകൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴായിരിക്കും നമുക്കൊരു ചേട്ടനുണ്ടെന്ന് വിചാരിക്കും. ചേട്ടൻ കയറി വരണേ. അപ്പോൾ എന്തോ ഒരു സ്ട്രഗിൾ, ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം ചേട്ടന് മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ ചേട്ടൻ അടുത്തൊഴുകി ചോദിക്കും, എന്താ ഇവിടെ നടക്കണേ, എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ എന്ന് ചോദിക്കും അല്ലേ. ഓക്കെ, ഫോഗിൻ്റെ ഒരു പരസ്യമുണ്ട് ഇങ്ങനെ തന്നെ, എന്താ നടക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഓക്കെ, എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? വാട്ട്സ് ഗോയിങ് ഓൺ. വാട്ട്സ് ഗോയിങ് ഓൺ. ഓക്കെ, എങ്ങനെ ചോദിക്കുക? വാട്ട്സ് ഗോയിങ് ഓൺ. ഓക്കെ, വാട്ട്സ് ഗോയിങ് ഓൺ. ഓക്കെ, എന്താ ഇവിടെ നടക്കുന്നത്? വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ. ഓക്കെ, വാട്ട്സ് ഗോയിങ് ഓൺ. അപ്പോൾ നമ്മുടെ അടുത്ത് ചേട്ടനും വഴക്ക് പറയുമ്പോൾ നമ്മൾ പറയും, ദേ എൻ്റെ അടുത്ത് വഴക്കിടാൻ വരണ്ട, എൻ്റെ അടുത്ത് വഴക്കിടണ്ട എന്ന് പറയും അല്ലേ. എൻ്റെ അടുത്ത് വഴക്കിടണ്ട എന്നിങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, ഡോണ്ട് മെസ് വിത്ത് മീ. ഓക്കെ, എങ്ങനെ പറയാം? ഡോണ്ട് മെസ് വിത്ത് മീ. എന്നോട് വഴക്കിടണ്ട എന്നിങ്ങനെ പറയാം, ഡോണ്ട് മെസ് വിത്ത് മീ. ഓക്കെ, ഒന്നുകൂടെ നിങ്ങൾ കേട്ടോ, ഡോണ്ട് മെസ് വിത്ത് മീ. ഇത് എഴുതിയെടുക്കാൻ മറക്കരുത് കേട്ടോ, ഡോണ്ട് മെസ് വിത്ത് മീ. അവസാനം നമ്മൾ പറയാണ്, ഇനി ഞാൻ പോവില്ല, നിങ്ങൾ എന്നൊന്ന് വിശ്വസിക്കുക, എന്നൊന്ന് മനസ്സിലാക്കുക, എന്നൊന്ന് വിശ്വസിക്കുക എന്ന് പറയല്ലേ. എന്നൊന്ന് വിശ്വസിക്കുക എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വളരെ സിമ്പിളായിട്ട് പറയാം, ഒരു രണ്ട് വാക്ക്, ട്രസ്റ്റ് മീ. ഓക്കെ, ട്രസ്റ്റ് മീ. ഓക്കെ, എന്നൊന്ന് വിശ്വസിക്കുക, ട്രസ്റ്റ് മീ. ഓക്കെ, എങ്ങനെ പറയാം? ഇത് കുറേ പേര് ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കേട്ടിട്ടുള്ളൊരു സെൻറ്റൻസ് ആയിരിക്കും. എങ്ങനെ പറയാം? ട്രസ്റ്റ് മീ. ഓക്കെ, ട്രസ്റ്റ് മീ. ഓക്കെ, എന്നൊന്ന് വിശ്വസിക്കുക, ട്രസ്റ്റ് മീ. അപ്പോൾ നമ്മുടെ അച്ഛൻ പറയും, ഞാൻ നോക്കട്ടെ, നിന്നെ വിശ്വസിക്കണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ നോക്കട്ടെ, ഇനി നിൻ്റെ പ്രവൃത്തി കണ്ടിട്ട് ഞാൻ നോക്കട്ടെ എന്ന് പറയും. ഓക്കെ, ഞാൻ നോക്കട്ടെ, ഞാൻ കാണട്ടെ എന്നിങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, ലെറ്റ് മീ സീ. ഓക്കെ, എങ്ങനെ പറയാം? ലെറ്റ് മീ സീ. ഓക്കെ, ലെറ്റ് മീ സീ, ലെറ്റ് മീ സീ. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, ഒരു പുതിയ ഗാഡ്ജറ്റാണ്. അപ്പം നമ്മൾ പറയാണ്, ഞാൻ ഒന്ന് കാണട്ടെ, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറയാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ലെറ്റ് മീ സീ എന്ന് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുട്ടി ഇംഗ്ലീഷിലെ ഏകദേശം 10-14 സെൻറ്റൻസസ് ആണ് ഇന്നത്തെ ദിവസം നമ്മൾ പഠിച്ചെടുത്തത്. ഓക്കെ, ഈ സെൻറ്റൻസസ് എല്ലാം എഴുതിയെടുക്കണം. 2-3 വാക്കുകൾ അല്ലെങ്കിൽ 4 വാക്കുകൾ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ സെൻറ്റൻസസും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ 2-3 വാക്കുകൾ വെച്ചിട്ട് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, എല്ലാ ദിവസവും ഉപയോഗിക്കണം. എല്ലാ ദിവസവും ഉപയോഗിക്കുമ്പോഴാണ് ലാംഗ്വേജിൽ നമുക്ക് ആ പവർ ഫീൽ ചെയ്യത്തുള്ളൂ. ഓൾ റൈറ്റ്, അപ്പോൾ എല്ലാ ദിവസവും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങളിത് ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെയാണ് കാണണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ബാക്കി പാർട്സുകൾ എവിടെയാണ്, ബാക്കി വീഡിയോസൊക്കെ തരുമോയെന്ന്. യൂട്യൂബിൽ സിമ്പിൾ ഇംഗ്ലീഷ് വിത്ത് ലിൻറ്റോ എന്ന് പറയുന്ന വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. ഓൾ റൈറ്റ്, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത ആഴ്ച കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ഗുഡ് ബൈ ഫ്രം ലിൻറ്റോ.